നമസ്കാരം. അമ്മയിൽ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത വലിയ ആഭ്യന്തര യുദ്ധമാണ് നടക്കുന്നത്. ഒരു വലിയ കലഹത്തിലേക്കാണ് പോകുന്നത്. അമ്മ എന്ന സംഘടനയിൽ ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉടലെടുക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. നമസ്കാരം. കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിക്കാനുള്ള ദിവസമായിരുന്നു. അങ്ങനെ പല താരങ്ങളും പത്രിക സമർപ്പിച്ചു. ജോയ് മാത്യുവിൻ്റെ പത്രിക, പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രിക തള്ളിപ്പോയി. പേരിലുണ്ടായ പ്രശ്നമാണ് കാരണം. അങ്ങനെ വിചാരിക്കാത്ത പലരും പല സ്ഥാനത്തേക്കും മത്സരിക്കാൻ എത്തിയതോടുകൂടി അമ്മയിൽ ആഭ്യന്തര യുദ്ധം നടക്കുകയാണ്. താരങ്ങൾ ഒരുമിച്ച് അമ്മ സംഘടനയിൽ നിന്ന് പല ഷോകളും ഒരു സിനിമയും ഉൾപ്പെടെ ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്ന് അപേക്ഷിച്ച് അമ്മ സംഘടനയിലെ താരങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് പലപ്പോഴായി വാദിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇനി അത് പറയാൻ സാധിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസത്തെ പത്രികാ സമർപ്പണത്തിന് ശേഷം വലിയ ആഭ്യന്തര യുദ്ധമാണ് അമ്മയിൽ നടക്കുന്നത്. പരസ്യമായ പോരിലേക്ക് പലരും രംഗത്തെത്തുന്നില്ലെങ്കിൽ പോലും ഒളിഞ്ഞും മറഞ്ഞും പല താരങ്ങളും പലർക്കുമെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അമ്മ പോലൊരു ചാരിറ്റി സംഘടനയിൽ തലപ്പത്തിരിക്കാൻ എന്ത് യോഗ്യതയാണ് ആരോപണ വിധേയർക്കുള്ളത് എന്നൊരു വലിയ ചോദ്യം മറ്റ് അംഗങ്ങൾ ഉന്നയിച്ചതോടുകൂടിയാണ് ഇത് വലിയ ചർച്ചകളിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് തുറന്നു പറഞ്ഞ ഒരാള് അനൂപ് ചന്ദ്രനാണ്. അനൂപ് ചന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് ആരോപണ വിധേയർ മത്സരിക്കാൻ യോഗ്യരല്ല, അവർ തന്നെ ആലോചിക്കണം അവർ മത്സരിക്കണമോ വേണ്ടയോ എന്നത്. അനൂപ് ചന്ദ്രനാകട്ടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അനൂപ് ചന്ദ്രന്റെ വാക്കുകൾക്ക് നേരെ തിരിച്ചടിയായി സരയുവും അൻഷിബ ഹസനും പറഞ്ഞത് ഇത് കോടതിയൊന്നുമല്ലല്ലോ, ഇവിടെ ആരോപണ വിധേയരായ മന്ത്രിമാരില്ലേ, അപ്പോൾ പിന്നെ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയർ അല്ലാത്തവർ എന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം എന്നുള്ളതാണ്. വലിയ ചർച്ചകൾക്കാണ് ഈ ഒരു പോര് വഴിവെച്ചിരിക്കുന്നത്. അത് മാത്രമല്ലാതെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പലപ്പോഴായി ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടാകുന്ന ചർച്ചകൾ, ഈ താരങ്ങൾക്ക് നേരെയുള്ള ഒളിയമ്പുകൾ, ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ പത്രികാ സമർപ്പണത്തിന് മുൻപേ തന്നെ താരങ്ങളെ കണ്ട് പിന്തുണ തേടിയവരും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കരിവാരിത്തേക്കൽ, വെള്ളപൂശൽ തുടങ്ങിയ വിവിധ കലാപരിപാടികൾ ഇതിനിടയിൽ തന്നെ സംഭവിക്കുന്നുമുണ്ട്. അമ്മയിൽ ഇതിനു മുമ്പ് തന്നെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഈ ഒരു ഇലക്ഷൻ. 74 പത്രികകളാണ് അവസാനം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമ്മൾ ഞെട്ടുന്ന പേരുകൾ, നമ്മൾ കേൾക്കാത്ത പേരുകൾ, നമ്മൾ വിചാരിക്കാത്ത പേരുകൾ, ഇതെല്ലാം പല പദവികളിലായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 6 പേരാണുള്ളത്. 6 പേർ. അതിനകത്ത് നമ്മൾ തുടക്കം മുതൽ തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നത് 3 പേരുകളാണ്. ആ 3 പേരും പത്രിക സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ജഗദീഷ്, ശ്വേതാ മേനോൻ, രവീന്ദ്രൻ എന്നീ 3 താരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതിനുപരിയായി 3 പേരും കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, ദേവൻ എന്നിവരാണ് ആ 3 പേരുകൾ. ജയൻ ചേർത്തല മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ കഴിഞ്ഞ അഡ്ഹോക് കമ്മിറ്റിയിലും അതിന് മുന്നത്തെയും വൈസ് പ്രസിഡന്റായി നിന്ന് ജയൻ ചേർത്തല ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിടുകയാണ് എന്നുള്ളത് ആരും കരുതിയിരുന്നില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും എത്തി. അതോടൊപ്പം തന്നെ അനൂപ് ചന്ദ്രനും ദേവനും മാക്സിമം പിന്തുണ തേടുകയാണ് എന്നുള്ളത് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ പോലും, ഇതിനിടയിൽ പോലും, പ്രസിഡന്റ് സ്ഥാനത്ത് പോലും എന്ത് യോഗ്യതയാണ് ചിലർക്ക് മത്സരിക്കാനുള്ളത് എന്നൊരു വലിയ ചോദ്യം കഴിഞ്ഞ ദിവസം പത്രികാ സമർപ്പണത്തിന് ശേഷം പല താരങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു. ഇത് വലിയൊരു ചർച്ചയ്ക്കും വലിയൊരു ആഭ്യന്തര കലാഹത്തിനുമാണ് മത്സരം വഴിവെച്ചിരിക്കുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ജോയ് മാത്യുവിൻ്റെ പത്രിക പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തള്ളിയെങ്കിൽ പോലും ജോയ് മാത്യു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ആദ്യം മുതൽ തന്നെ ബാബുരാജിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരുന്നത്. ബാബുരാജും ജോയ് മാത്യുവും തമ്മിൽ ഒരു തുറന്ന മത്സരം നടക്കുകയാണ്. അതും വലിയൊരു ആഭ്യന്തര കലാഹത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. കാരണം ഈ വോട്ട് തേടൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പിന്തുണ തേടൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുള്ള വാസ്തവം ഇപ്പോൾ അമ്മ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം ലക്ഷ്യമിടുകയാണ്. അൻസിബ കൃത്യമായ അൻസിബയുടെ നിലപാടുകൾ കഴിഞ്ഞ വർഷ കാലയളവിലൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അൻസിബയുടെ വോട്ട്, അല്ലെങ്കിൽ അൻസിബ നേടുന്ന പിന്തുണകൾ അവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് അൻസിബയ്ക്ക് വലിയൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനൊരു സാധ്യതയും കൂടി മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് നവ്യ നായർ രംഗത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അത് പ്രത്യേകിച്ച് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്
5 പേരാണ് മത്സരിക്കുന്നത്. അതിൽ തന്നെ കുക്കു പരമേശ്വരനും നവ്യ നായരുമെല്ലാം മത്സര രംഗത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അമ്മയിലെ പെൺമക്കൾ എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ്. അമ്മയിലെ സ്ത്രീജനങ്ങളിൽ പലരും ഒരുമിച്ച്, എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാവരും ഇല്ല എന്നുള്ളതും കൂടി എടുത്തു പറയണം. എല്ലാവരുമില്ല, പലരും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്ത്രീകളെല്ലാവരും ഒരുമിച്ചൊരു വാട്സാപ്പ് കൂട്ടായ്മ, അതിലൂടെ അവർ ഒരാളെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ മുന്നോട്ട് വെക്കലിൻ്റെ പേരാണോ നവ്യ നായർ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് സത്യമായി മാറുന്നു. നവ്യയെ മാക്സിമം വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഈ കൂട്ടായ്മയ്ക്ക് ഉണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇവരുടെ വോട്ടുകളൊന്നും സ്പ്ലിറ്റായി പോകാതെ, കാരണം പലപ്പോഴായി പല വർഷങ്ങളിലും വനിതാ സ്ഥാനാർത്ഥി നിൽക്കുമ്പോഴേക്കും വനിതകൾ പോലും വോട്ട് ചെയ്യുന്നില്ല ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നൊരു ചോദ്യമുണ്ടായിരുന്നു, എന്നൊരു വിമർശനം ഉണ്ട്. അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തവണ അഡ്ഹോക് കമ്മിറ്റി തീരുമാനിച്ചത് മുതൽ തന്നെ ഇങ്ങനൊരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യുക, സ്ത്രീകളുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാതെ അവരിലേക്ക് വോട്ടുകൾ പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ഒരു കൂട്ടായ്മ പറഞ്ഞിരിക്കുന്നത്. അതിന് എന്താകുമെന്ന് ആർക്കും അറിയില്ല. കാരണം പത്രികാ സമർപ്പണമൊക്കെ വന്നു. 31-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. 15-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. സമയമുണ്ട്. ഇതിനിടയിൽ പല കാലുവാരൽ നടക്കാം, വിചാരിക്കാത്ത പലതും സംഭവിക്കാം. താരങ്ങൾ അവർക്ക് മേൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കാരണം ഇപ്പോൾ തന്നെ പല ബോംബുകളും പൊട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും പല ബോംബുകളും പൊട്ടും, പല രീതിയിലുമുള്ള ചർച്ചകൾ ഉണ്ടാകും. അതെല്ലാം അമ്മയിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടർന്നിരുന്നെങ്കിൽ. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നിരുന്നെങ്കിൽ ഒരു തരത്തിലും ഒരു ഇലക്ഷൻ, പ്രസിഡന്റ് സ്ഥാനത്തേക്കെങ്കിലും ഒരു ഇലക്ഷൻ നടക്കില്ലായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇവിടെ മോഹൻലാലും കൂടി പിൻവാങ്ങിയതോടുകൂടി തന്നെ താരങ്ങളെല്ലാവരും തമ്മിൽ ചർച്ചകളായി, അവർ തമ്മിൽ വോട്ട് തേടലായി, പിന്തുണ തേടലായി, പല ആഭ്യന്തര കലഹങ്ങളുമായി, പ്രശ്നങ്ങളായി, അങ്ങനെ അവിയൽ പരുവത്തിൽ നിൽക്കുകയായിരുന്ന അമ്മ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീളുകയാണ്. പക്ഷേ ഇതെല്ലാം 15-ാം തീയതിക്ക് ശേഷം എല്ലാ തിരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതുവരെയെങ്കിലും ഒരു വലിയ പ്രതിസന്ധി അമ്മയുടെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്.